അളിയൻ വെറുതെ പറയുന്നതല്ലേ? എന്നാ ഒന്ന് പേര് പറഞ്ഞേ. ശിവാനി. മതിയാലോ, ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? അവളെ തന്നെ നമ്മുടെ മകന്റെ ഭാര്യയാക്കാൻ വേണ്ടിയാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്ല, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് ത്രിവിക്രമൻ അറിയില്ലല്ലോ. അളിയ, ഈ കാര്യം ഇപ്പോ അളിയനും അറിയാം, ഞങ്ങൾക്കും അറിയാം. അവനും ഇഷ്ടപ്പെടുന്നതല്ലേ? ഈ കാര്യം പറഞ്ഞ് നമുക്ക് അവനൊരു സർപ്രൈസ് കൊടുത്താലോ? അങ്ങനെയാവുമ്പോ അവന് അത് ഭയങ്കര സന്തോഷാവും. അങ്ങനെ ഫീൽ ചെയ്തോ? ഓക്കെ, മനസ്സിലുള്ള കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട്. പറ്റുന്നില്ല. ധൈര്യത്തോടെ എനിക്ക് സെന്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ പോലും പറ്റുന്നില്ലല്ലോ. ധൈര്യം കിട്ടുന്നില്ല. എന്താ ചെയ്യാ? ഇത് ഞാൻ തന്നെയല്ലേ നീ? ഭയങ്കര സ്റ്റൈല് ലുക്കൊക്കെയാണല്ലോ. ശിവാനി, ദയവ് ചെയ്ത് ഒന്ന് വ്യക്തമാക്കിത്താ. എനിക്കാകെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ. ഇതുവരെ ഞാൻ ആരും ഉപദ്രവിക്കാൻ നിന്നിട്ടുള്ള ആരും ചതിച്ചിട്ടുമില്ല. ഞാൻ എന്റെ കാര്യം നോക്കി പോകുന്നു. ഞാനായാലും അതുപോലെ എന്റെ വീട്ടുകാരായാലും ആർക്കും ഇതുവരെ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനും പോകുന്നില്ല. അങ്ങനെയുള്ള എന്നെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നേ? ഇതെന്താണെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കിത്താ ഈശ്വര. ഒന്ന് പറഞ്ഞു തരൂ, എന്താണെന്നൊന്ന് പറയേ പ്ലീസ്. ഡോക്ടർ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇന്നേതാ ഡേറ്റ്? സർ, ആഗസ്റ്റ് 18. ആഗസ്റ്റ് 18, ജൂൺ 25. അങ്ങനെയെങ്കിൽ 55 ദിവസം ഞാനിവിടെ കോമയിലായിരുന്നു. സാറിനെന്താ വേണ്ടത്? ഞാൻ കൊണ്ടുവന്നു തരാം. ഈ ഹോസ്പിറ്റൽ എന്റേതാണെങ്കിൽ എന്ത് വേണം എന്ത് വേണ്ട എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് ഇഞ്ചക്ഷൻ തന്നിട്ട് എത്ര നേരമായി? സർ, 8 മണിക്കൂറായി. ഇപ്പൊ ചെയ്യാൻ വേണ്ടി വന്നതാ. ഇനി ഇത് വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. എന്റെ കേസ് ഫയൽ ഇവിടെ സാറിന്റെ ചേംബറിൽ തന്നെയുണ്ട്. ത്രിവിക്രമിന്റെ ആണല്ലോ മെസ്സേജ്. ഹായ് ശിവാനി, ദിസ് ഈസ് ത്രിവിക്രം. എനിക്ക് തന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ശിവാനി. തന്നെ കണ്ടപ്പോ മുതല് ഒരുപാട് കാലം മുമ്പേ പരിചയമുള്ള ഒരാളെ പോലെ എനിക്ക് തോന്നിയത്. എന്താ അങ്ങനെ ഒരു ഫീൽ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെയുള്ള ആൻസേഴ്സ് എല്ലാം തന്റെ കയ്യിൽ മാത്രമുള്ളത്. ത്രിവിക്രമിന് എന്നോട് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അവൻ എന്നെ വല്ലാതെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. എങ്കിൽ ഞാനായിട്ട് ഇനി വൈകിച്ചുകൂടാ. എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ അടുത്ത് എത്തണം. അവനോട് തുറന്നു പറഞ്ഞേ പറ്റൂ. എന്റെ ആദിശേഷനെ എനിക്ക് തിരികെ കിട്ടാനുള്ള സമയം അടുത്തിരിക്കുകയാണ് നീലി. അതിന് തടയാൻ ഇനി ആരെ കൊണ്ട് സാധിക്കില്ല. നിനക്ക് എത്ര സന്തോഷം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശിവാനി. ഇതിനുവേണ്ടി നീ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും എനിക്കറിയാം ശിവാനി. അതൊന്നും ഒരു പ്രശ്നമല്ല നീലി. ഞാൻ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആദിശേഷനെ കുറിച്ച് മാത്രം. എന്റെ ആദിശേഷനെ എനിക്ക് തിരികെ കിട്ടണം. അതിനുശേഷം നാഗമാണിക്യം നമ്മൾ കണ്ടുപിടിക്കും. എല്ലാം നന്നായി നടക്കും ശിവാനി. എല്ലാം മഹാദേവന്റെ അനുഗ്രഹമാണ് നീലി. അദ്ദേഹത്തിന്റെ ആശീർവാദം ഉണ്ടെങ്കിൽ ഈ ലോകത്ത് സാധ്യമാവാത്തതൊന്നുമില്ല. അല്ല, അളിയൻ പറയുന്നുണ്ടായിരുന്നു
നിന്റെ കല്യാണം നടത്താൻ ഏതോ പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടെന്നോ? വളരെ നല്ലൊരു കുട്ടിയാ മോനെ. അവളുടെ അച്ഛനും അമ്മയ്ക്കോ എന്തോ അളിയൻ വാക്ക് കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ ത്രിവിക്രമൻ ആ വീട്ടിലേക്ക് പോകണ്ടെന്നും അവരോട് സംസാരിക്കണ്ടെന്നും ഒക്കെയാണ് അളിയൻ പറയുന്നത്. ഓ ആണോ? നല്ല ക്ഷീണമുണ്ടെന്നല്ലേ പറഞ്ഞത്. കിടന്നോ കിടന്നോ ചെല്ലേ. അങ്ങളെ ഒരു മിനിറ്റ്. ആ അങ്ങള് പറഞ്ഞൊക്കെ സത്യാണല്ലോ അല്ലേ? ഇത്രയും വലിയ കാര്യം അപ്പൊ നീ അറിഞ്ഞില്ലേ ഇതുവരെ? എന്താ മോനെ ഇങ്ങനെയൊക്കെ? അല്ല, അളിയൻ പറയുന്നുണ്ടായിരുന്നു നിന്റെ കല്യാണം നടത്താൻ ഏതോ പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടെന്നോ? വളരെ നല്ലൊരു കുട്ടിയാ മോനെ. അവളുടെ അച്ഛനും അമ്മയ്ക്കോ എന്തോ അളിയൻ വാക്ക് കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ ത്രിവിക്രമൻ ആ വീട്ടിലേക്ക് പോകണ്ടെന്നും അവരോട് സംസാരിക്കണ്ടെന്നും ഒക്കെയാണ് അളിയൻ പറയുന്നത്. ഓ ആണോ? നല്ല ക്ഷീണമുണ്ടെന്നല്ലേ പറഞ്ഞത്. കിടന്നോ കിടന്നോ ചെല്ലേ. മിനിറ്റ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അതിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ രാവിലെ പറഞ്ഞാ മതി പ്ലീസ്. തൃശൂർ, പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക്? ദയവായി ഒന്ന് പോണം. മാഡം, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്. എന്നിട്ട് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു തൃശൂർ. ഇപ്പൊ പോ. ഈ സമയത്ത് വരുന്നത് മാനേഴ്സ് അല്ല, അതുപോലും അറിയില്ലേ? നീ പോ. തൃശൂർ, നിന്നോടല്ലേ പറയുന്നത്? നീ ഒന്ന് പോവാൻ നോക്ക്. ആയിക്കോട്ടെ, ഒച്ച വയ്ക്കാൻ നിൽക്കണ്ട. എന്നാ മാഡം, ഞാൻ പോകട്ടെ. ബൈ. ഡാഡി, അന്ന് ഞാൻ കാണാൻ പോയ കുട്ടിയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലേ? ഡാഡി എന്നല്ലേ അത് വേണ്ടെന്ന് പറഞ്ഞു? എന്താടാ, ഈ ലോകത്ത് ആ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ? വേറെ പെൺപിള്ളേരൊന്നുമില്ല. നിനക്ക് നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്ന വിധത്തിലുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാ ഫോട്ടോ നോക്കി. ഡാഡി തീരുമാനിച്ചു കഴിഞ്ഞോ? എന്നോട് പറഞ്ഞു, ഞാനത് പറയുന്നില്ല. അതിപ്പോ കൊച്ചുമുതലാളി ഇവനോട് കാര്യങ്ങളൊക്കെ പറയാതിരിക്കില്ലല്ലോ. നമ്മുടെ മോൻ കൊച്ചുമുതലാളിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. ഇല്ലച്ചാ, എന്നോടൊന്നും പറഞ്ഞിട്ടില്ലെന്നേ. എന്തായാലും നീ അവരുടെ വായിന്ന് കേട്ടാ മതി. എന്താച്ചാ ഇത്? അറിയെങ്കിൽ എന്നോടും കൂടി പറയേ. അതിനെങ്കിൽ ഞാൻ അവിടെ പോയി ചോദിക്കണമെന്നുണ്ടോ? മോനെ, പറയേണ്ടവരെല്ലാം നിന്നോട് പറയും. പിന്നെ എന്തിനാ വെറുതെ എന്നിട്ട് കഷ്ടപ്പെടുത്തുന്നു? ഇല്ലച്ചാ, എന്നോട് ആരൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് അറിയില്ല സത്യമായിട്ടും. നീ പോ, കൊച്ചുമുതലാളിയോട് ചോദിക്കും. ഞാനായിട്ടൊന്നും പറയുന്നു കരുതണ്ട. അച്ഛാ, അത് വേണ്ട ഡാഡി. ഈ കാര്യത്തെ പറ്റി ഞാൻ തന്നെ അവളോട് പറയുന്നത് നല്ലതാണ്. എന്റെ ഇഷ്ടം ഞാൻ അവളോട് തുറന്നു പറഞ്ഞോളാം. ആസ് യു വിഷ്. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ആ പെൺകുട്ടി ഈ വീട്ടിലെ മരുമോളായി വന്നിരിക്കണം. ഓക്കെ? ഓക്കെ ഡാഡി. എന്താണ് ബ്രോ, ആദ്യം ഫോട്ടോ നോക്കുന്നു പറഞ്ഞിട്ട് നോക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പയാണെങ്കിൽ ഫോട്ടോയിന്ന് കണ്ണെടുക്കുന്നുമില്ല. അവളെ കാണിക്കാൻ വേണ്ടി എന്നെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ലേ? അത് ഏതായിരുന്നു ആ സ്ഥലം? സാരമില്ല, അത് വിട്ടേക്ക്, കുഴപ്പമില്ല. എന്തായാലും നീ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത് വളരെ നന്നായി. അതുകൊണ്ട് ഇന്ന് ഞാൻ നിന്റെ മാസ്റ്റർ സുന്ദരിയോട് ഒരു കാര്യം പറയാൻ വേണ്ടി നല്ല ധൈര്യത്തിലാണ് വന്നിരിക്കുന്നത്. അതിനെ ഞാനിവിടെ വന്ന് നോക്കി പൂക്കളൊക്കെ ഉണ്ടെന്നേ. അതെ സുന്ദരി, ഇന്ന് നിന്റെ മാസ്റ്റർ സുന്ദരിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങോട്ട് നോക്കി. ഞങ്ങൾ രണ്ടാളും മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ലേ? സൂപ്പറാണെന്നോ? ഓ താങ്ക് യു. നമുക്ക് പെട്ടെന്ന് തന്നെ ഡിസൈൻ വരയ്ക്കാം.
ഏയ് സുന്ദരി ഒന്ന് നോക്കിയേ, കഴിഞ്ഞുന്നേ. എങ്ങനെയുണ്ട്, എനിക്ക് ഇഷ്ടായോ? നിനക്ക് ഇഷ്ടായി എന്ന് വെച്ചാൽ അവളെന്നെ പ്രേമിക്കണമെന്നൊന്നുമില്ല. ഈ ഹാർട്ടുണ്ടല്ലോ, അതെന്റെ ശിവാനിക്ക് മാത്രമാണ്. ഞാൻ ഈ സ്വീറ്റ്സ് ഒന്നും കഴിക്കാറില്ല. കൊളസ്ട്രോൾ ആണെങ്കിൽ ഒത്തിരി ഉണ്ട്. എന്താ മേടെ പറയുന്നത്? കഴിക്കേണ്ട പ്രായത്തിൽ നന്നായിട്ട് കഴിക്കണമെന്നേ. ഈ പ്രായത്തിൽ ഡയറ്റ് കയറ്റുന്നൊന്നും പറയരുത്. എന്റെ സ്വന്തം പെങ്ങളങ്ങാനായിരുന്നെങ്കിൽ ഈ സ്വീറ്റ് ഞാൻ വായിൽ തിരികെ കയറ്റിയെന്നെ. ഒന്ന് പോടാ വെറുതെ. അതെ റീന മേഡം, കൊച്ചു മുതലാളിക്ക് ഫിക്സ് ആയ പെൺകുട്ടി ആരാണെന്നൊന്ന് പറയാം. നീ എന്തിനാ അതൊക്കെ അറിയുന്നേ? എനിക്ക് നിന്നോട് പറയേണ്ട ഒരു ആവശ്യമില്ല. നീ നിന്റെ പണി നോക്കി പോയിക്കേ. ഓ ഇവിടെ ഉണ്ടായിരുന്നു. ഇരിക്കുമെന്ന് നോക്ക്, ഇത്തരം ചീപ്പ് സ്വീറ്റ്സ് ഒന്നും ഇവിടെ ആരും കഴിക്കാറില്ല. ഞങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള സ്വീറ്റ്സ് തരാനുള്ള കെൽപ്പ് നിനക്കും ഇല്ല. മനസ്സിലായോ? ചെല്ല്, പോടാ. ചേച്ചി, ഈ ചെരുപ്പ് എപ്പോഴും അഴിച്ചു വെക്കേണ്ടത് പുറത്തല്ലേ? അത് നമ്മളെ ചുമക്കണമെന്നും പറഞ്ഞിട്ട് നമ്മൾ അതിനെ ചുമക്കേണ്ട കാര്യമുണ്ടോ? അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? ഐ ഡോണ്ട് നോ വൈ. ആര് മെസ്സേജ് ചെയ്താലും ആരെന്നെ വിളിച്ചാലും അത് താനാന്നൊരു തോന്നല്. വേറെ ആരെങ്കിലോടും ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോഴും തന്നോടാ സംസാരിക്കുന്ന മനസ്സില്. എന്താ ഇങ്ങനെയൊക്കെ തോന്നിയെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ എനിക്ക് സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഐ മീൻ ലവ് വിത്ത് യു. I love you. I really love you a lot, Shivani. ത്രിവിക്രം, ത്രിവിക്രം, എന്താ പറ്റിയത്? അല്ല, ഞാൻ കുറെ നേരമായിട്ട് സംസാരിച്ചോണ്ടിരിക്ക. നീ ആണെങ്കി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിക്ക. വേറെ ഏതോ ലോകത്താണെന്ന് തോന്നല്ലോ. അയ്യോ, ഞാനപ്പോ ഇത്ര നേരം കണ്ട സ്വപ്നമായിരുന്നു. എല്ലാം ഞാൻ ഇവരോട് പറഞ്ഞു കരുതി. പകൽക്കിനാവ് കാണാന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് കാണുന്ന ഒരാളെ ആദ്യമായിട്ടാ കാണുന്നത്. ശരി, വാ അകത്തേക്ക് വാ. പറയാനുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്താ എന്താ കാര്യം? അറിയില്ല, എന്തോ വല്ലാതെ ചൂടെടുക്കുന്ന പോലെ. നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കിട്ടുമ്പോ നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാലോ. ഇനി എന്തു വന്നാലും ശരി, പുറത്തു വെച്ച് എന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പറയണം. പ്രപ്പോസ് ചെയ്തേ പറ്റൂ. കേൾക്കുന്നതല്ലേ നല്ലത്. നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേടാ? എന്നാലും നിനക്കറിയാവുന്ന കുട്ടി തന്നെ. എനിക്കറിയുന്ന കൊച്ചൻ. ഓ കൊച്ചു മുതലാളിയുടെ കോളേജ് മേറ്റ് നയനയല്ലേ? ഓ അല്ലേ? ആ, നമ്മുടെ തൊട്ടടുത്ത സൈറ്റിലെ ഓണറുടെ മകള് സുമയല്ലേ? ഓ അവളും അല്ലേ? ആ രാജേന്റെ മകള് നിഷയാണല്ലേ? നാട്ടിലുള്ള പെമ്പിള്ളേരുടെ പേര് വേണമെന്ന് നിനക്കറിയാലോ. കുറച്ചുകൂടെ കാത്തിരിക്കടാ, ആളെ നിനക്ക് മനസ്സിലാവും. ത്രിവിക്രമനാമൻ സ്നേഹിക്കുന്ന പെണ്ണിനോട് ഈ കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാ പറയാൻ വേണ്ടി പോയിരിക്കുന്നത്. അവള് സമ്മതിച്ചാ അവനായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയും. അല്ലെങ്കിൽ പിന്നെ പറയുന്നതുകൊണ്ട് പ്രയോജനമില്ല. പറഞ്ഞിരിക്കാം. ശിവാനി, തന്നോട് കുറെ ദിവസമായിട്ട് ഞാൻ ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കാം. എനിക്ക് തന്നെ കാണുമ്പോ എന്നും ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനേ തോന്നുന്നു.
സംസാരിക്കുമ്പോ ആണെങ്കിൽ എനിക്ക് സംസാരം നിർത്താനേ തോന്നുന്നില്ല. തന്നെ കാണുമ്പോഴെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരിക്കും. തനിക്ക് അതുപോലെ എന്തെങ്കിലും തോന്നാറുണ്ടോ? ശിവാനി, തന്റെ മനസ്സിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സിലുള്ളത് അത് ഞാൻ എങ്ങനെ പറയാ? അത് എന്റെ മനസ്സിലുള്ളത് എന്താന്ന് എനിക്ക് തുറന്നു പറയാനായിട്ട് വല്ലാത്തൊരു പേടി. പറയാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയതാ. ശിവാനി, താൻ എന്നോടൊന്നും വിചാരിക്കരുത് പ്ലീസ്. ശിവാനി, എനിക്ക് ഞാൻ തന്നെ മേഡം, ആ പറയൂ, എന്തിനാ ഇപ്പൊ വന്നേ? ശിവാനി മേഡം, എന്താ കാര്യം? അവരോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ പോയി നോക്കിക്കോളാം. തൃശൂർ, നീ ഇപ്പൊ അകത്തോട്ട് കൊണ്ട ഒരാവശ്യമില്ല. എന്താന്ന് വെച്ചാ ശിവാനി ഇപ്പൊ ഇവിടെ ഇല്ല. എന്താ ഇവിടെ ഇല്ലേ? ഓ, ശിവാനി എന്നെ തിരഞ്ഞ് എന്റെ വീട്ടിൽ പോയതാവും. എനിക്കറിയായിരുന്നു അവരെന്നെ അന്വേഷിച്ച് എന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുന്നു. അയ്യോ, ഞാനുണ്ടല്ലോ ഒരു പൊട്ടനാ, ഓർത്തതയില്ലെന്നേ. പാവം, എനിക്ക് വേണ്ടി ഇപ്പോ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഹലോ, ഒന്ന് വെറുതെ ഇരിക്കൂ. മാഡം എന്തിനാ നിന്നെ നോക്കി അങ്ങോട്ട് വരുന്നേ? അവക്ക് വേറെ പണിയൊന്നുമില്ലേ? ശിവാനി അമ്പലത്തിലേക്കാണ് പോയിരിക്കുന്നത്. അമ്പലത്തിൽ പോയെന്നോ? എന്റെ പേരക്കുട്ടിക്കെതിരെ പ്രയോഗിക്കാനാവില്ല. ത്രിവിക്രമന്റെ കയ്യിലുള്ള നാഗമാണിക്യവും മെല്ലെ മെല്ലെ എന്റെ പേരക്കുട്ടിയുടെ കൈകളിൽ എത്തിച്ചേരും. എന്റെ പേരക്കുട്ടി നാഗമാണിക്യത്തിന്റെ തന്നെ അധിപനായിട്ട് മാറും. ആ നാഗലോകവും അത് കണ്ടുകൊണ്ട് അതിന് സാക്ഷ്യം വഹിക്കേണ്ട അവസ്ഥയിലാവുകയും ചെയ്യും. ആ ശിവാനിക്ക് പിന്നെ അവളുടെ പുരുഷനോട് ചേർന്ന് നിൽക്കുകയല്ലാതെ വേറെ മാർഗമില്ല. എന്റെ പേരക്കുട്ടിയെ മറികടക്കുക എന്നുള്ളത് മറ്റാർക്കും സാധ്യമല്ല. വൈകിക്കണ്ട, സംസാരിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്യാം. ഒടുവിൽ ഇപ്പോ നമ്മുടെ വീട്ടിലും ഒരു ശുഭകാര്യം നടക്കാൻ പോവാ. ഇത് വെറും ഒരു ശുഭകാര്യമല്ല ഗോവിന്ദ. ഈ കനകദുർഗ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ഇനി കാണാൻ സാധ്യതയില്ലാത്തതുമായ ഒന്നാം തരം ഒരു കല്യാണമായിരിക്കും എന്റെ മന്ത്രി വിക്രമന്റേത്. ആ, കൊണ്ടുപോകണം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ഒടുവിൽ ശിവാനി ത്രിവിക്രം മാരീഡ് ഫോർ എവർ. മുതലാളി, ഫോൺ ഉണ്ടായിരുന്നു. ആരാ? അൺനോൺ നമ്പറാണ്. ഹലോ. അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. നമുക്ക് നോക്കാലോ നിനക്ക് ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അത് അങ്ങനെയല്ലേ? സർപ്രൈസ് ഈസ് ദ സർപ്രൈസ്. അപ്പൊ ഒന്ന് പറഞ്ഞു, സർപ്രൈസ് ഈസ് ദ സർപ്രൈസ്. ഇങ്ങനെയുള്ള കാര്യങ്ങള് പെട്ടെന്ന് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. യു ക്യാരി ഓൺ. കൊച്ചുമുതലാളി, ആണോ? ആ കൊച്ചിനെ എനിക്കും അറിയാന്ന് പറഞ്ഞ ആരാടാ പോലും? വീട്ടിലെ കൊച്ചുമുതലാളി, എത്രയും പെട്ടെന്ന് ഞാൻ അവളെ കണ്ടുപിടിക്കും. എനിക്കൊരു ഡൗട്ടുണ്ട്, സത്യം അറിയണം. ഞാൻ വരച്ചു വെച്ച പൂക്കളും നീ കണ്ടില്ലായിരുന്നു? ഇല്ല, അതൊക്കെ നീ കണ്ടിട്ടുണ്ടാവും എന്നെ മനസ്സ് പറയുന്നുണ്ട്. അല്ലേ? പറയേ. നീ എങ്ങനെ പറയാനാ? ഞാൻ കൺമുമ്പിൽ വന്നു നിന്ന് ചോദിച്ചാലും എനിക്ക് മറുപടി തരാറില്ലല്ലോ. ശിവാനി, ഒന്ന് മാത്രം സത്യം, നീ സ്നേഹം മറച്ചു വെക്കുന്നത് പോലെ ഞാൻ ചെയ്യില്ല. അല്ലേ? പറയേ. നീ എങ്ങനെ പറയാനാ? ഞാൻ കൺമുമ്പിൽ വന്നു നിന്ന് ചോദിച്ചാലും എനിക്ക് മറുപടി തരാറില്ലല്ലോ. ശിവാനി, ഒന്ന് മാത്രം സത്യം, നീ സ്നേഹം മറച്ചു വെക്കുന്നത് പോലെ ഞാൻ ചെയ്യില്ല. നീ വിളിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? ഞാൻ നിന്നെ വിളിച്ചോളാം.
എനിക്ക് അത് മതി. വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം ടെസ്റ്റ് എടുക്കും. വീട്ടിലാരും ഇല്ലെന്നുള്ള കാര്യം ഉറപ്പാ. ആഹാ, ഞാൻ ആഗ്രഹിച്ചതും ബിരിയാണി, ഇവിടുന്ന് കിട്ടിയതും ബിരിയാണി. ഇപ്പൊ ശരിയാക്കി തരാം. ഓ ശിവാനി, നീ എന്നെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? എന്റെ സ്നേഹം എത്ര തവണ പറഞ്ഞാലുണ്ടല്ലോ മതിയാവുന്നില്ല. ഇനിയും അതങ്ങനെ പറയാൻ തോന്നുവോ? ഇതാണോ പ്രണയം? അറിയില്ല. ഇതിനുള്ള ഉത്തരം നീയാണ് എനിക്ക് തരേണ്ടത്. ഒരു ഉത്തരം നീ എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ശിവാനി, ശിവാനി, നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോഴേ എന്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം വന്നുകൊണ്ടിരിക്കുക. ഒറ്റത്തവണ എന്നിലേക്ക് മാത്രം ഒന്ന് നോക്ക്. ഏതോ ഒരു ജന്മത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം എന്നിലുണ്ട്. എന്റെ മനസ്സിന്റെ ഭാഷ മൊത്തം ഇതിലുണ്ട്. അതിനുള്ള ഉത്തരം നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് നിന്നോടുള്ളതുപോലെ തന്നെ നിനക്കും എന്നോടുണ്ടെന്ന് അറിയുമ്പോ ഉണ്ടാവുന്നൊരു സന്തോഷല്ലേ? എന്ന് സ്വന്തം തൃശൂർ. നോ 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 നോ, വേണ്ട. എന്ന് സ്വന്തം 3. ഇത് നന്നായിരിക്കും. അവിടെയും 3, ഇവിടെയും 3. അതാണ് സസ്പെൻസ്. ഇത് ഉത്തരവാദിത്തത്തോടെ നോക്കണം. ഓക്കെ? ഓക്കെ, അടിപൊളി ഫോട്ടോ. അതിന്റെ ഉത്തരം അതേ എന്നാണെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നോടുള്ളതുപോലെ നിനക്ക് എന്നോടും ഇഷ്ടമാണെന്നറിഞ്ഞതിൽ സന്തോഷം. എന്താ ഇതൊക്കെ? ആരാ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത്? നമ്മളില്ലാത്ത നേരത്ത് ആരോ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും മനസ്സിലാക്കി കാണൂ. ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നീ വെറുതെ തല പുണ്ണാക്കണ്ട നീ. ഇതൊക്കെ ചെയ്തത് അവൻ തന്നെയാ. പോലെ അടുക്കുകയാണ് നീലി. ഈ 3 അക്ഷരം എത്രയും പെട്ടെന്ന് 3 ഇരട്ടിയായി ആ സ്നേഹം അറിയണമെന്നുള്ളതാണ് എന്റെ മോഹം നീലി. എല്ലാം വിചാരിച്ച പോലെ തന്നെ നടത്തുന്നത്. ഇപ്പൊ ഞാൻ മുന്നേ ചെന്നാൽ വേറെ പോലെ വിചാരിക്കും. തൽക്കാൻ കാത്തിരിക്കും. കുറച്ചും കൂടി സർപ്രൈസ് കൊടുത്ത് പിന്നീട് കാര്യം പറയാം. ഒടുവിൽ ആ ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു വീടി. ഞാനും നിങ്ങൾക്ക് ചെക്ക് മേറ്റ്. നീ ചുമ്മാ ഓരോന്ന് പറയണല്ലേ? നോ 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 നോ. നോക്കിക്കോ ബോസ്, ഞാൻ എന്റെ സർപ്രൈസ് പറഞ്ഞതിന് ശേഷം ബോസ് അല്ലാതെ ഞെട്ടിത്തിരിക്കും. പിന്നെ കുറെ നേരം സംസാരിക്കാൻ പോലും കഴിയില്ല. പിന്നെ ബോസ് ഉണ്ടല്ലോ എക്സൈറ്റഡ് ആയി പോകുന്നേ. ഓഹോ, അത്ര വലിയ സർപ്രൈസ് ആണ്? അതേന്നേ, സ്പെഷ്യൽ. എന്നാ പിന്നെ ബോസ് ബൈ. ഏടാ തൃശൂൽ, സർപ്രൈസ് അതാ, നീ ഒന്നും പറഞ്ഞിട്ട് പോടാ. സർപ്രൈസ് ഈസ് എ സർപ്രൈസ്. സോ ബൈ ബൈ. തൃശൂൽ, എടാ ഒന്ന് പറയടാ. വേൽമുരുക ഹരോഹര. നീ ആ കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്ക്. എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഇവരൊന്നും പറഞ്ഞില്ലെന്ന് വെച്ച് ആ നാഗിന് നമ്മളെ വെറുതെ വിടുമെന്നാണോ? എന്തോ ഭാഗ്യം കൊണ്ടാ നേരത്തെ എല്ലാവരും രക്ഷപ്പെട്ടത്. പിന്നെ അവിടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ മരണഭയത്തോടുകൂടി കഴിയാന്നല്ലാതെ വേറെ വഴിയില്ല നമുക്ക്. എത്ര ദിവസം എന്ന് വെച്ചിട്ടാ ഇങ്ങനെ കഴിയാ? ദിവ്യജി, ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ? ഉണ്ട്. സാമ്പ, ആ നാഗറാണിയെ നീ ഇനി നേരിട്ട് കണ്ടാൽ നീ അവളെ തിരിച്ചറിയോ? തീർച്ചയായിട്ടും തിരിച്ചറിയും. അവൾ എന്റെ മരണത്തിന്റെ രൂപത്തിൽ എന്റെ കൺമുന്നിൽ വന്നവളാ. അവൾ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. നമ്മൾ ഇനിയെല്ലാം ഷാർപ്പായി
പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്കിതൊന്നും ശരിയായി തോന്നുന്നില്ല. സാമ്രാട്ട്, എതിർക്കുന്നവൻ ജയിക്കും, ഓടുന്നവൻ തോൽക്കുകയും ചെയ്യും. നമുക്കെന്തായാലും ജയിച്ചേ പറ്റൂ. നിനക്കൊക്കെ ഓർമ്മയില്ലേ, നാഗമാണിക്യം എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ എത്രമാത്രം പേടിച്ചിരുന്നുവെന്ന്? ഞാൻ ധൈര്യമായിട്ട് മുന്നിൽ നിന്നുകൊണ്ടാണ് നമുക്ക് നാഗമാണിക്യം കിട്ടിയത്. എന്ത് ധൈര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെന്താ തീക്കത്തോണ്ട കൈയിടണം? നാഗത്തിന്റെ ശക്തി എന്താ, നമ്മുടെ ശക്തി എന്താ അറിയില്ലേ നിങ്ങൾക്ക്? ഇത്രയും കാലത്തെ പദ്ധതികൾ പൂർത്തിയായെന്ന്. ഇനി മുന്നോട്ടുള്ളത് എന്തായാലും അത് ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. ഒരു ചെറിയ തെറ്റ് പോലും നമ്മളെ എത്ര വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത് ഗുരു പറഞ്ഞത് ഓർമ്മയില്ലേ? 23 വർഷത്തെ നമ്മുടെ പോരാട്ടത്തിന്, നമ്മുടെ ത്യാഗത്തിന് ഫലം ലഭിക്കാനുള്ള സമയമായി. അത് നമ്മൾ പാഴാക്കി കളയരുത്. ആ സാംബശിവൻ എന്റെയും ആദിശേഷന്റെയും സ്നേഹത്തിന്റെ ഇടയിലേക്ക് കയറി വരില്ലല്ലോ. ശിവാനി, നിന്റെയും ആദിശേഷനായ ത്രിവിക്രമന്റെയും ഇടയിലേക്ക് സാംബശിവനെന്നല്ല ആർക്കും വരാൻ സാധിക്കില്ല. എന്നാ പിന്നെ ഒരു ക്ലൂ എങ്കിലും തന്നിട്ട് പോടാ. ഓക്കെ. ഇത്രയും ദിവസം നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് എന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ. പക്ഷെ അതിൽ അമ്മയായിരിക്കും ഒരു സ്റ്റെപ്പ് മുന്നിൽ നിൽക്കാം. ഇപ്പൊ എത്രേ പറ്റുള്ളൂ. സർപ്രൈസ് ഞാൻ നാളെ പറഞ്ഞേക്കാം. അതുവരെ തലയിൽ വേറൊന്നും ആലോചിക്കണ്ട. ഓക്കെ? എന്താടി ഇവൻ പറയുന്നത്? നിനക്ക് വല്ല മനസ്സിലായോ? എടാ മോനെ, ഒന്ന് പറഞ്ഞിട്ട് പോണോ? നോ 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 നോ, ഇല്ല ഇല്ല, ഇല്ല അച്ഛാ. എന്താണ് ഇപ്പൊ പറയാൻ പറ്റില്ല. സർപ്രൈസ് ആയിട്ട് നാളെ പറയാം. അല്ല, എന്ത് കാര്യമായിരിക്കും ഞാൻ എപ്പോഴും അവനോട് പറഞ്ഞിട്ടുണ്ടാവോ? എടീ, നീ ഒരു സാമ്പാർ വെച്ച് ബാക്കിയൊക്കെ പിന്നെ ആലോചിക്കണം. അയ്യോ, അങ്ങനെയൊന്നുമില്ല കൊച്ചുമുതലാളി. ബോസ് ഉണ്ടല്ലോ, ഞാൻ കാണിക്കാൻ പോകുന്ന സർപ്രൈസ് കണ്ട് ഞെട്ടുന്നുള്ള കാര്യം ഉറപ്പാ. അത് അടിപൊളിയാണെന്ന് പറയുകയും ചെയ്യും. അക്കാര്യം 100% ഉറപ്പാ. നിങ്ങളുണ്ടല്ലോ, അവരെ കണ്ടാ പിന്നെ എല്ലാ കാര്യവും അവർക്ക് ഉറപ്പാ. അവിടെന്ന് പറഞ്ഞ ഗേൾ ഫ്രണ്ടാ ആണോ? കള്ള പറഞ്ഞ കണ്ടില്ലേ, ബോസിനോടൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. എന്റെ മനസ്സിലുള്ളതെല്ലാം കണ്ടുപിടിക്കണം ബോസിന്. അപ്പൊ ഗേൾ ഫ്രണ്ടാന്ന് ഉറപ്പായി. എന്താ പ്രേമാണോ എന്ന് പറഞ്ഞാ അങ്ങനെ വിചാരിക്കാം. അതാരാ? ഞാൻ അപ്പൊ മുതൽ ബോസിനോട് പറഞ്ഞുകൊണ്ടിരിക്കില്ല. പിന്നെ ഇങ്ങനെ ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല. ബോസ് എല്ലാം നേരിട്ട് വന്ന് കണ്ടാൽ മതി. അപ്പൊ എല്ലാം മനസ്സിലാവും. ഓക്കെ? ഒരു ക്ലോയിലും പറയണ. ഒന്നെന്റെ കൂടെ വാ ബോസ്. പെണ്ണിന്റെ വീട്ടുകാര് ചെക്കന്റെ വീട്ടിലേക്ക് വരണം. 2 കൂട്ടർക്കും ഇത് സമ്മതമാവണം. എങ്കിലല്ലേ ഉറപ്പിക്കാൻ പറ്റും. അതെ അളിയാ, അറ്റ്ലീസ്റ്റ് എൻഗേജ്മെന്റെങ്കിലും നടത്തുവാണെങ്കിൽ. എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നിശ്ചയം നടത്തണമെന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കണം. പക്ഷേ അവരൊക്കെ വിദേശത്താണല്ലോ ഉള്ളത്. അവളാണെങ്കിൽ ഇവിടെ. അവളുടെ ഫാമിലി ഇവിടെ ഇല്ലാന്ന് വെച്ച് കല്യാണം ഇങ്ങനെ എത്ര നാൾ നമുക്ക് നീട്ടി വെക്കാൻ പറ്റും? ഇനി അധികം വൈകിക്കാനാവില്ല. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുക തന്നെ വേണം. ഞാൻ ശിവാനിയെ ഇങ്ങോട്ട് വിളിച്ച് അവളോട് കാര്യങ്ങളൊന്ന് സംസാരിക്കട്ടെ. ആദ്യം അത് തന്നെ ചെയ്യണം അളിയാ. അപ്പോ ഇത് ത്രിവിക്രമൻ എഴുതി വിട്ടതാണല്ലേ? എനിക്കിത് തരാൻ നിന്നോട് പറഞ്ഞതാണോ? സോറി. വന്നപ്പോ മുതൽ നീ ഇത് തരാനാണോ ശ്രമിച്ചോണ്ടിരുന്നത്? എനിക്കത് മനസ്സിലായില്ല. ഇല്ല, ഇനി ഒട്ടും താമസിക്കാൻ പാടില്ല. എനിക്കിപ്പൊ തന്നെ പോണം. അതുകൊണ്ടാ ഈ സ്ഥലം. ഇനി എത്ര നേരം വെയിറ്റ് ചെയ്യണം? ഇങ്ങനെ തിരക്ക് പിടിച്ചുകൊണ്ടിരിക്കില്ല കൊച്ചുമുതലാളി. ഒരു 2 മിനിറ്റ് നിൽക്ക്. നിങ്ങൾ എന്റെ ആ സർപ്രൈസ് ഒന്ന് കണ്ടാലുണ്ടല്ലോ, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവന്നേ. ആകാശത്ത് പറന്നുപോയി ഡാൻസ് കളിക്കും. ഹേയ്, ഇതിന് മാത്രം എന്താടാ? ഈശ്വരനുണ്ടല്ലോ, തീരുമാനിച്ചുറപ്പിച്ച ഒരു ബന്ധമായി ഇന്നെന്റെ സർപ്രൈസ്. ദൈവം തീരുമാനിച്ചുറപ്പിച്ചോ? ആരെ ഉറപ്പിച്ചെന്ന് നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായ പിന്നെ അതൊരു സർപ്രൈസ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. നീ ഈ പറയുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. ഏത് നേരത്താണോ വരാൻ തോന്നിയത്? ഓ ഗോഡ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബോസ്. ഞാൻ സ്നേഹിക്കുന്നവളെ കാത്തിരിക്കുന്ന സന്തോഷത്തിലാണ്.
ഡോക്ടർ എന്തിനാ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? അതും പ്രാവിന്റെ കാലിൽ കുറിപ്പ് എഴുതി വിട്ടിട്ട്. മെസ്സേജോ കോളോ ചെയ്താ പോരായിരുന്നോ? എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തേ? എന്തെങ്കിലും സർപ്രൈസ് തരാൻ വേണ്ടിട്ടായിരിക്കോ ഇവിടേക്ക് വരാൻ പറഞ്ഞത്? സർപ്രൈസ് ആയിരുന്നെങ്കിൽ എവിടെ വെച്ച് വേണമെങ്കിലും ആവായിരുന്നല്ലോ. കാട്ടിലേക്ക് വരാൻ പറഞ്ഞത് എന്തിനാ? ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കോ? അങ്ങനെ അവനെ വഴിയുള്ളൂ. എന്നാലും ആ സർപ്രൈസ് എന്തായിരിക്കും? ഞാൻ കേട്ടോളാം. അതുപോലെ ഓക്കെ. കൊച്ചുമുതലാളി, വെറുതെ വായോണ്ട് അങ്ങനെ പറയാനായിരുന്നെങ്കിൽ ഇവിടേക്ക് ഇന്നലെ കൂട്ടിക്കൊണ്ട് വന്നത് ആ സർപ്രൈസ് ബോസിന്റെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയിട്ടല്ല ഇത്രയും ദൂരം കൂട്ടിക്കൊണ്ട് വന്നത് ഇവിടേക്ക്. കൊച്ചുമുതലാളി, എനിക്ക് സന്തോഷമായെങ്കിൽ അത് കണ്ട് ബോസിന് സന്തോഷാവില്ലേ? ആവും. എന്റെ സന്തോഷം ബോസ് കാണാൻ പോകുന്ന സർപ്രൈസിലാ. അതിനൊരു 2 മിനിറ്റ് ഒന്ന് കാത്തു നിൽക്കാൻ പറ്റില്ലേ പ്ലീസ്? ഇനി ഞാൻ 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യും. ലാസ്റ്റ് ഓക്കെ അല്ലേ? അത്ര നിന്നാ മതി. ബോസ് ഇപ്പൊ കാണാൻ പോകുന്ന സർപ്രൈസ് എന്തായാലും പൊളിയാവുന്ന എനിക്ക് ഉറപ്പാ. നോക്ക്, ഞാനുണ്ടല്ലോ ഈ സർപ്രൈസ് ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും പോലും പറഞ്ഞിട്ടേ ഇല്ല. ബോസിനോടാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ഈ സർപ്രൈസ് ബോസ് കണ്ടാലപ്പോ ദേഷ്യപ്പെടാൻ നിൽക്കരുത്. ഇവൻ എന്നോട് ഇത്രയും ദിവസം പറഞ്ഞില്ല എന്ന് പരാതിയും പറയരുത് പ്ലീസ്. ഓക്കെ ഓക്കെ. ഇനിയെങ്കിലും എനിക്ക് ആ സർപ്രൈസ് ഒന്ന് കാണാൻ പറ്റുമോ? ഇത് നോക്ക് ബോസ്, അങ്ങോട്ട് നോക്കിയേ. എന്റെ സെലക്ഷൻ കറക്റ്റ് ആണോ എന്ന് പറയും. കാണാൻ റെഡിയല്ലേ? എവിടെ സർപ്രൈസ്? അവിടെ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ നീ കണ്ടുപിടിക്കുന്ന എനിക്കറിയായിരുന്നു. അത് ശിവാനിയാന്ന് നീ അവസാനം കണ്ടുപിടിച്ചല്ലോ. സൂപ്പർ തൃശൂർ. ശിവാനി എന്ന് പറഞ്ഞ എനിക്ക് ജീവനാ. ഐ ലവ് ഹെർ എ ലോട്ട്. അവളെ ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ എന്റെ ലൈഫിൽ വേറെ ആരും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് നീ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് കളഞ്ഞില്ലേ? നിന്നെ പോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വേറെ ഉണ്ടാവില്ലടാ. ഈ കാര്യം ഞാൻ ശരിക്കും സീക്രട്ട് ആയിട്ട് വെക്കണം എന്ന് വിചാരിച്ചേ. പക്ഷെ നീ ആരാ മോൻ, എല്ലാം കണ്ടുപിടിച്ചില്ലേ? ഏയ്, കറക്റ്റാ നമ്മൾ പറഞ്ഞത്. ഇന്ന് എന്തായാലും ഒരു പെൺകുട്ടിയുടെ കാര്യം ഉറപ്പിച്ചവൻ വരും. ഇത്രയും നാളായിട്ട് നമ്മൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യം തന്നെയല്ലേ. കില്ലാടിയല്ലേ അവൻ. ഏതെങ്കിലും കുട്ടിയെ കണ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ എന്ത് പറയുന്നു കരുതി പേടിച്ചിട്ടാവും അവൻ ആ കുട്ടിയും കൂടെ നേരിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചത്. അപ്പോ തൃശൂലിന്റെ ഭാവി വധുവിനെയോ നമ്മുടെ ഭാവി മരുമകളെയാണോ കൊണ്ടുവരുന്നത്? അതെ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുവാ. എനിക്ക് നല്ല സന്തോഷം തോന്നുക. നമുക്കിത്ര സന്തോഷമാണെങ്കിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് ആ സ്നേഹം നമ്മളെ കാണിക്കാൻ അതിന് ആകാംക്ഷയോടെ ഇരിക്കുന്ന തൃശൂലിന് എത്ര സന്തോഷമായിരിക്കും അല്ലേ? പറഞ്ഞത് ഇന്ന് എന്തായാലും ഒരു പെൺകുട്ടിയുടെ കാര്യം ഉറപ്പിച്ചവൻ വരും. ഇത്രയും നാളായിട്ട് നമ്മൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യം തന്നെയല്ലേ. കില്ലാടിയല്ലേ അവൻ. ഏതെങ്കിലും കുട്ടിയെ കണ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ എന്ത് പറയുന്നു കരുതി പേടിച്ചിട്ടാവും അവൻ ആ കുട്ടിയും കൂടെ നേരിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചത്. അപ്പോ തൃശൂലിന്റെ ഭാവി വധുവിനെയോ നമ്മുടെ ഭാവി മരുമകളെയാണോ കൊണ്ടുവരുന്നത്? അതെ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുവാ. എനിക്ക് നല്ല സന്തോഷം തോന്നുക. നമുക്കിത്ര സന്തോഷമാണെങ്കിൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് ആ സ്നേഹം നമ്മളെ കാണിക്കാൻ അതിന് ആകാംക്ഷയോടെ ഇരിക്കുന്ന തൃശൂലിന് എത്ര സന്തോഷമായിരിക്കും അല്ലേ? അപ്പോ എന്റെ മകന്റെ ജീവിതത്തില് സന്തോഷവും സമാധാനവും എല്ലാം വന്നു കഴിഞ്ഞു. അത് കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കുറിപ്പോ? പ്രാവിന്റെ കാലിൽ കെട്ടിയതാ? ഞാനങ്ങനെ ചെയ്തില്ലല്ലോ. നീ അങ്ങനെ ചെയ്തില്ലെന്നാ? അപ്പൊ പിന്നെ ആര്? എന്തിനു ചിരിക്കുന്നേ? എന്തു പറ്റി? നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആര് ചെയ്യാനാ സാധ്യത? ഇതിന്റെ എല്ലാത്തിനും പുറകിൽ അവനാ. ആര്? തൃശ്ശൂർ അല്ലാതാര്? എന്നെ പറ്റി തൃശ്ശൂര് മനസ്സിലാക്കിയ പോലെ ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടേ ഇല്ല.
എന്റെ മനസ്സിലുള്ള എന്ത് കാര്യമായാലും ശരി അവൻ അത് കൃത്യമായിട്ട് ഗസ് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നു. അല്ലടാ തൃശൂൽ, അവൻ ഈ സർപ്രൈസ് തരാൻ വേണ്ടിട്ട് എന്തോരം കഷ്ടപ്പെട്ടെന്നറിയോ? എനിക്കൊരു ക്ലൂ പോലും തന്നില്ലെന്ന്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ടപ്പോ അവൻ ഒരുപാട് സന്തോഷമായി കാണും. ഏയ് തൃശൂൽ, നീ എന്തിനാണ് അവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് വാ തൃശൂൽ, വാടാ. എടാ നീ എങ്ങോട്ടേ പോകുന്നേ? വിളിച്ചിട്ട് അവൻ കേൾക്കുന്നുണ്ടോ നോക്ക്. അവന് പെൺകുട്ടികളോട് സംസാരിക്കാൻ ചെറിയ നാണുള്ള കൂട്ടത്തില്. പക്ഷെ എന്ത് ജോലി എടുത്താലും കറക്റ്റ് ആയിട്ട് ചെയ്തോളൂ. ഇപ്പൊ എന്തെങ്കിലും ജോലി ഉണ്ടാവും? അല്ല ത്രിവിക്രം, തൃശൂർ പോയതിന് വേറൊരു കാരണമുണ്ട്. അതെനിക്ക് നിന്നോട് പറയാനാവില്ല. ശിവാനി, താനെന്തെങ്കിലും സൈലന്റ് ആയിട്ട് നിൽക്കുന്നു? തൃശ്ശൂരിന്റെ കാര്യങ്ങളൊക്കെ കേട്ട് താൻ ഷോക്കായിട്ട് നിൽക്കണം. അവന്റെ കാര്യം പറഞ്ഞാൽ കുറെ ഉണ്ട്. താൻ വാ, നമുക്കൊന്ന് നടന്നാലോ? ഞാൻ അവളെ അത്രയധികം സ്നേഹിച്ചു പോയതല്ലേ. അവളും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് ഞാൻ എത്രയധികം സന്തോഷിച്ചതാ. പക്ഷെ എന്നെങ്ങനെ വിഷമിപ്പിച്ച് കൊല്ലുകയായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായേ. അപ്പോ ഞാൻ ഇത്രയും സ്നേഹിച്ചെന്ന് പറഞ്ഞത് അവൾക്ക് മനസ്സിലായതേ ഇല്ലേ? ഞാൻ എന്റെ പ്രണയം എഴുതി വെച്ചതൊന്നും അവൾക്ക് മനസ്സിലായിട്ടില്ലേ? അപ്പൊ ഞാൻ ചെയ്തതൊക്കെ പാഴായി പോയെന്നാണോ? ശിവാനിയുടെ കൂടെ സന്തോഷമായ ഒരു ജീവിതം എത്രത്തോളം സ്വപ്നം കണ്ടതാ. പക്ഷെ ഇപ്പോ എല്ലാം വെറുതെ ആയിപ്പോയില്ലേ? എന്നോട് എന്തിനാ ഇങ്ങനെ? എന്റെ മനസ്സിലെ പ്രണയത്തിന്റെ വിത്ത് വിടർന്ന് പൂവിടുന്ന് കരുതി. പക്ഷെ അത് വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അത് എന്റേതല്ല എന്ന്. ഒന്നും എന്റേതല്ല, കൊച്ചു മുതലാളിയുടെയാ. ഇനി അവർ ഒന്നിച്ച് ജീവിക്കാൻ പോവല്ലേ? ഭഗവാനെ, നിനക്ക് എന്നോട് ഇക്കാര്യം മുന്നേ പറയാറുന്നില്ലേ? ഇതൊക്കെ ഒരു സ്വപ്നം പോലെ മായ്ച്ചു കളഞ്ഞൂടെ നിനക്ക്? ദൈവമേ, മധു, മധു എവിടെ പോയിരിക്കാ മധു? തൃശ്ശൂരിന്ന് വരാൻ സമയമായിട്ടോ? അവന്റെ കൂടെ ആരും ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ? ആരതി ഒഴിഞ്ഞ ആ കുട്ടിയെ വീട്ടിലേക്ക് സ്വീകരിക്കേണ്ടത് നീയാ. മധു! അയ്യോ, എന്തിനാ ഇങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത്? എവിടെയായിരുന്നു ഇതുവരെ? വീടിന്റെ ഐശ്വര്യമായിട്ട് മരുമകള് വരാൻ പോവാ. അവളെ വെറുതെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുമോ? അവക്ക് എന്താ കൊടുക്കണ്ടേന്നുള്ളതാ ഞാൻ ആലോചിക്കുന്നത്. അല്ല ഏട്ടാ, അവക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് എനിക്ക് അറിയില്ലല്ലോ. നോക്ക് സുന്ദരി, എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ഈ വിഷമത്തിൽ അങ്ങ് മരിച്ചു പോയാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. ഹലോ സുന്ദരി, ഞാൻ എങ്ങനെയാണോ നിന്റെ മാസ്റ്റർ സുന്ദരിയെ സ്നേഹിച്ചിരുന്നത്, അതിനേക്കാളും ഒക്കെ എന്റെ ബോസിനെ ഞാൻ പണ്ട് മുതലേ സ്നേഹിച്ചിരുന്നതാണല്ലോ. ഇനി എന്താ ചെയ്യണ്ട ഞാൻ? നീ തന്നെ പറയും. അതെ സുന്ദരി, ഈ ഞാനാ നിന്നെ നിന്റെ മാസ്റ്റർക്ക് കൊടുത്തത്. നീയെങ്കിലും എനിക്ക് നിന്റെ മാസ്റ്റർ സുന്ദരി ഒന്ന് കൊണ്ടുതരൂ. രണ്ടുപേരും ഒന്നാവണ്ടവരെ അവര് തന്നെയല്ലേ ചേരേണ്ടത്. മറന്നോളാം, ഞാൻ എന്റെ മനസ്സിലെ സ്നേഹം മായ്ച്ചോളാം. ഉറപ്പായിട്ട് മായ്ച്ചോളാം. ഹേയ് സുന്ദരി, എന്താ ഇത്? ഇല്ല, ഒരു കാര്യമില്ല. എന്നെ ഇക്കാര്യത്തിൽ നീ എന്നെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട. നിനക്ക് ഈ കാര്യം മനസ്സിലാവില്ല, ചുമ്മാതിരി. ശിവാനി എല്ലായ്പ്പോഴും അല്ലല്ല, ശിവാനി മാഡം ഉറപ്പായിട്ടും എന്റെ ബോസിനോടാണ് ചേരേണ്ടത്. അവർ രണ്ടുമാണ് ശരിയായ ജോഡി. അവളെ മറക്കാൻ എനിക്ക് സാധിക്കുകയില്ല. മരണത്തിന്റെ രൂപത്തിൽ എന്റെ കൺമുന്നിൽ വന്നവളവള്. അതുകൊണ്ട് ഞാൻ അവളെ ഒരിക്കലും മറക്കില്ല. നിനക്ക് എന്നെ ഒന്ന് ഫോൺ ചെയ്തുകൂടായിരുന്നോ? ടെൻഷനിൽ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ ഫോൺ പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഫോൺ ചെയ്തിരുന്നെങ്കിൽ എല്ലാരും ഓടി വന്നാനേ അവളെ കാണുകയും ചെയ്യായിരുന്നു.
അല്ല, അത്ര സമയത്തിനുള്ളിൽ അവളാണ് നാഗറാണി നീ എങ്ങനെ ഉറപ്പിച്ചു? ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയി മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് വരികയായിരുന്നു. കാറിൽ കയറിയ സമയത്ത് അവൾ എന്റെ എതിരെ വരുന്നുണ്ടായിരുന്നു.